നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും അവരുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ 2026 നിങ്ങൾക്ക് എങ്ങനെയാണെന്നറിയുവാൻ ജാതകം പരിശോധിച്ച് പ്രശ്നപരിഹാരങ്ങളും വഴിപാടുകളും നിർദ്ദേശിക്കുന്നതാണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക. നേരിട്ട് വിളിക്കാതിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. ദോഷപരിഹാരത്തിനായി അത്ഭുത ഫലപ്രാപ്തിയെ തരുന്ന യന്ത്രങ്ങളും തയ്യാർ ചെയ്ത് നൽകുന്നതാണ്. ധനത്തിനായി ധനലക്ഷ്മി യന്ത്രവും, ദാമ്പത്യവശത്തിനായി ബാണേശി യന്ത്രവും, സർവ ഐശ്വര്യത്തിനും ദോഷശാന്തിക്കുമായി മഹാസുദർശന യന്ത്രവും, ശത്രുദോഷത്തിന് ബഗിളാമുഖിയും, സർവജനവശ്യത്തിനായി അശ്വാരൂഢവും, നവഗ്രഹ ദോഷങ്ങൾക്ക് നവഗ്രഹ യന്ത്രവും തുടങ്ങി ഒരു മനുഷ്യ ജീവിതത്തിലെ സർവകാര്യ വിജയത്തിനായുള്ള സമസ്ത യന്ത്രങ്ങളും ഇവിടെ തയ്യാർ ചെയ്ത് നൽകുന്നതാണ്. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. 2026 മെയ് മാസം തുടങ്ങി ഡിസംബർ മാസം വരെയുള്ള സമയങ്ങളിൽ കടബാധ്യതകൾ മാറി ആഹ്ലാദദായകമായ ജീവിതത്തിലേക്ക് എത്താൻ കഴിയുന്ന ചില നക്ഷത്രജാതരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. 2026 മെയ് മാസം പല ഗ്രഹങ്ങളുടെയും അനുകൂലമായ സ്ഥാനമാറ്റവും അതുപോലെ തന്നെ വളരെ ശക്തമായ ചില യോഗങ്ങൾ രൂപപ്പെടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചില രാശി നക്ഷത്രജാതർക്ക് വലിയ കടബാധ്യതകൾ വരെ മാറിക്കിട്ടുന്നതിന് കാരണമാകും. അതുപോലെ തന്നെ കടബാധ്യതകൾ മാറാൻ സാധ്യതയുള്ള നക്ഷത്രങ്ങളെക്കുറിച്ചാണ് വ്യക്തമാക്കാൻ പോകുന്നത്. കടബാധ്യതകൾ തീരാനും സാമ്പത്തിക നേട്ടങ്ങൾക്കും സാധ്യതയുള്ള ചില നക്ഷത്രക്കാരെക്കുറിച്ചും അവർക്ക് ലഭിക്കുന്ന ഗുണങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. മിഥുനം രാശി നക്ഷത്രങ്ങൾ, അതായത് മകയിരം പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ ചേരുന്ന നക്ഷത്രജാതർ, അവർക്ക് വ്യാഴം മിഥുനത്തിൽ നിൽക്കുന്നതും ഗജലക്ഷ്മി യോഗം വന്നു ചേർന്നതും ഇവർക്ക് വലിയ സാമ്പത്തിക നേട്ടം നൽകും. എപ്പോഴെങ്കിലും ഇവർ നൽകിയ പണം തിരികെ ലഭിക്കുക, മാതൃ പിതൃ സ്വത്തുക്കൾ ലഭിക്കുക, അതുപോലെ തന്നെ വിദേശത്ത് നിന്നും പണം ലഭിക്കുക തുടങ്ങിയത് ഈ രാശി നക്ഷത്ര ജാതർക്ക് വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നു. അതുപയോഗിച്ച് കടങ്ങളെല്ലാം തന്നെ വീട്ടുവാൻ സാധിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും 2026 മെയ് മാസം തുടങ്ങി ഡിസംബർ മാസത്തിനുള്ളിൽ മിഥുനം രാശി നക്ഷത്ര ജാതർക്ക് അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വലിയ വലിയ കടങ്ങൾ പൂർണ്ണമായും വീട്ടാൻ സാധിക്കും എന്നുള്ളതാണ്. തന്നെയുമല്ല, വ്യാഴം മിഥുനത്തിൽ നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മിഥുനം രാശി നക്ഷത്ര ജാതർക്ക് ഭാഗ്യക്കുറി പോലെയുള്ള വലിയ ഭാഗ്യങ്ങൾ വന്നു ചേരാനുള്ള വ്യവസ്ഥയും കാണുന്നുണ്ട്. വ്യാഴം ധനകാരകനായ ഗ്രഹമാണ്. തീർച്ചയായിട്ടും നവഗ്രഹ സാന്നിധ്യങ്ങൾക്ക് പൂജകൾ നൽകി പ്രാർത്ഥിക്കുക. വലിയ വലിയ ഭാഗ്യങ്ങളായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരുന്നത്. അടുത്തത് ചിങ്ങം രാശി നക്ഷത്രങ്ങളാണ്. മകം, പൂരം, ഉത്രം കാൽ ചേരുന്ന ചിങ്ങം രാശി നക്ഷത്രങ്ങൾ. ഇവരെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് പുരോഗമനമുണ്ടാവുകയും വരുമാന മാർഗങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും. മുടങ്ങിപ്പോയ ബിസിനസ്സുകൾ തീർച്ചയായിട്ടും തുടങ്ങാനുള്ള സാഹചര്യമുണ്ടാകും. ആ ബിസിനസ്സുകളിൽ നിന്ന് വലിയ ലാഭം പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും അത്തരം ലാഭ വ്യവസ്ഥകൾ വെച്ചുകൊണ്ട് കടബാധ്യതകൾ ഒന്നൊഴിയാതെ മാറ്റിയെടുക്കുവാനും ചിങ്ങം രാശിയിലെ നക്ഷത്രജാതർക്ക് കഴിയും. അതുപോലെ തന്നെ മാതൃസ്ഥാനീയരായ ആൾക്കാരിൽ നിന്ന് അവരുടെ സ്വത്തുവകകൾ ലഭിക്കുവാനും അതിൽ നിന്ന് വളരെയധികം ലാഭമുണ്ടാക്കിയെടുക്കുന്നതിനും ആ ലാഭത്താൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും കഴിയും എന്നുള്ളതും ചിങ്ങം രാശി നക്ഷത്ര ജാതർക്കുള്ള വലിയ ഭാഗ്യമാണത്. വിദേശ രാജ്യങ്ങളിലുള്ള ബന്ധുജനങ്ങൾ
തീർച്ചയായും നിങ്ങളെ സഹായിക്കണമെന്ന് ആഗ്രഹമുള്ളവരോട് നിങ്ങൾ പലതരത്തിലും ചോദിച്ചിരുന്ന പണം എത്തിച്ചേരാനുള്ള വലിയ സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ മിഥുനം രാശി നക്ഷത്ര ജാതരെ പോലെ തന്നെ ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങൾ വന്നു ചേരാനുള്ള വ്യവസ്ഥകളും ചിങ്ങം രാശി നക്ഷത്ര ജാതർക്ക് നടക്കുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ചിങ്ങം രാശി നക്ഷത്രക്കാർക്ക് ഭാഗ്യമുണ്ട്. ലോട്ടറി പോലെയുള്ള ധനമൊക്കെ വന്നു ചേരാൻ, അല്ലെങ്കിൽ ലോട്ടറിയിൽ നിന്നുള്ള ധനമൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യം ചിങ്ങം രാശി നക്ഷത്ര ജാതർക്കുണ്ട്. അതിലൂടെയും കടബാധ്യതകളെല്ലാം തന്നെ പരിഹരിക്കാൻ കഴിയും. അടുത്തത് കന്നി രാശിയിലെ നക്ഷത്രങ്ങളാണ്. ഉത്രം മുക്കാൽ അത്തം ചിത്തിര പകുതി ചേരുന്ന കന്നി രാശി നക്ഷത്രങ്ങൾ ഭൂമി വിൽപ്പന വഴിയോ കുടുംബ സ്വത്ത് വഴിയോ വലിയ തുക നിങ്ങളുടെ കയ്യിലേക്ക് എത്തുവാനുള്ള സാധ്യതയുണ്ട്. അതായത് ശക്തമായ യോഗമായ ഗജലക്ഷ്മി യോഗം കന്നിരാശി നക്ഷത്രങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ് നൽകുന്നത്. അതുവഴി തീർച്ചയായിട്ടും നിങ്ങൾ നൽകി കിട്ടുകയില്ല എന്ന് വിചാരിച്ചിരുന്ന വലിയ തുകകൾ നിങ്ങൾക്ക് കയ്യിലേക്ക് എത്തിച്ചേരാനുള്ള ഭാഗ്യം ഈ 2026 മെയ് മാസം തുടങ്ങി ഡിസംബറിനുള്ളിൽ നടക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ വലിയ കടങ്ങൾ പൂർണ്ണമായും അത് തീർത്തതിന് ശേഷം ആഹ്ലാദകരമായ ജീവൽ പശ്ചാത്തലങ്ങൾ സൃഷ്ടിതമാകുവാൻ കഴിയുക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ലോട്ടറി ഭാഗ്യം അത് നാട്ടിലെ ലോട്ടറി മാത്രമല്ല, വിദേശ ലോട്ടറി പോലും സമ്മാനാർഹമായി നിങ്ങളുടെ കൈകളിലേക്ക് എത്തുവാനുള്ള വലിയ ഭാഗ്യം ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത്. തീർച്ചയായിട്ടും 2026 മെയ് മാസം തുടങ്ങി ഡിസംബർ മാസമാകുമ്പോഴേക്കും കന്നിരാശി നക്ഷത്ര ജാതരായിരിക്കുന്ന ഉത്തരം മുക്കാൽ ജാതർക്കും അത്തം ചിത്തിര പകുതി നക്ഷത്ര ജാതർക്കുമൊക്കെ വളരെ വളരെ ആഹ്ലാദിക്കുവാനുള്ള സമയമുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വലിയ സാമ്പത്തിക മേന്മ, മക്കളൊക്കെ പഠിച്ചു വളർന്ന് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകാനുള്ള ഭാഗ്യവും കന്നിരാശി നക്ഷത്രക്കാരിൽ കാണുന്നുണ്ട്. അതിലൂടെയും വലിയ വലിയ തുകകൾ കയ്യിലെത്താനും ബാധ്യതകൾ തീർത്ത് സന്തോഷപരമായ ജീവൽ ഭാഗ്യത്തിലേക്ക് എത്തുവാനുള്ള വ്യവസ്ഥയും കാണുന്നുണ്ട്. അടുത്തത് തുലാം രാശിയിലെ നക്ഷത്ര ജാതരാണ്. ചിത്തിര പകുതി ചോതി വിശാഖം മുക്കാൽ നക്ഷത്ര ജാതർക്ക് ഈ 2026 മെയ് മാസം തുടങ്ങി ഡിസംബർ മാസമാകുമ്പോഴേക്കും ഭാഗ്യദായകമായ ഒട്ടനവധി അനുഭവങ്ങൾ വന്നു ചേരും. കടബാധ്യതകളൊക്കെ പൂർണ്ണമായും ഇല്ലാതെയാകും. ശുക്രൻ്റെ ബലത്താൽ, അതായത് മാളവ്യ യോഗം വന്നു ചേരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ വരുമാന സ്രോതസ്സുകൾ തുറക്കപ്പെടും. അതുപോലെ തന്നെ പണമടച്ചുകൊണ്ടിരുന്ന ചില ഇൻഷുറൻസ് വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനും അപ്പുറത്തേക്ക് കൂടുതൽ ധനം വന്നു ചേരും. ഒരുപക്ഷെ നിങ്ങൾ അടയ്ക്കാതെ നിങ്ങളുടെ പേരിൽ ചേർന്നിട്ടുള്ള ഏതെങ്കിലും വലിയ ചിട്ടികൾ, അതുപോലെയുള്ള വരുമാന മാർഗങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് വരും. അത്ഭുതപ്പെട്ടു നിൽക്കുന്നതായിരിക്കും നിങ്ങളുടെ വ്യവസ്ഥ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് വേണ്ടി ബന്ധുജനങ്ങളിൽ വളരെ അടുപ്പമുള്ളവരാരെങ്കിലുമൊക്കെ ചേർന്നിരിക്കുന്ന വലിയ ഇൻഷുറൻസ് മേഖലയും അതുപോലെ തന്നെ ചിട്ടി അങ്ങനെയുള്ള വ്യവസ്ഥകൾ ഉണ്ടായിരുന്നിരിക്കാം. അത് നിധി പോലെ നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരുന്ന വളരെ മഹത്തരമായൊരു സന്ദർഭം തുലാം രാശി നക്ഷത്ര ജാതർക്ക് വന്നു ചേരുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ പിതൃ ധനലാഭങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കുവാനുള്ള ഭാഗ്യവും മാളവ്യ യോഗത്തിൻ്റെയും അതുപോലെ തന്നെ ഗജലക്ഷ്മി യോഗവും നിങ്ങളെ അനുഗ്രഹിക്കുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും തുലാം നക്ഷത്ര ജാതരായിരിക്കുന്ന, അല്ലെങ്കിൽ തുലാം രാശി നക്ഷത്ര ജാതരായിരിക്കുന്ന ചിത്തിര പകുതി ചോതി വിശാഖം മുക്കാൽ നക്ഷത്ര ജാതരായിട്ട് ഭൂമിയിൽ പിറന്നു വീണ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉദ്ദേശിക്കാത്ത തരത്തിൽ വരുമാനങ്ങൾ വന്നു ചേരാനുള്ള വലിയ ഭാഗ്യം, ഉദ്ദേശിക്കുന്ന ഒരു തരത്തിലല്ല, ഏതെങ്കിലുമൊക്കെ തരത്തിൽ നിങ്ങളുടെ കയ്യിലേക്ക് പണം വന്നു ചേരും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഉദ്ദേശിക്കാത്ത തരത്തിൽ നിങ്ങൾക്ക് വേണ്ടി ചിട്ടി ചേരുകയോ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഇൻഷുറൻസ് മേഖലകളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തരണമെന്ന ആഗ്രഹമോ ഉണ്ടായിരുന്ന നിങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരിൽ നിന്ന് നടന്നിരിക്കുന്ന ആ വ്യവസ്ഥകൾ പൂർത്തീകരിച്ച് നിങ്ങളുടെ കയ്യിലേക്ക് പണം എത്തുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ലോട്ടറി ഭാഗ്യവും നിങ്ങൾക്കും നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും
2026 മെയ് മാസം തുടങ്ങി ഡിസംബർ മാസം എത്തുമ്പോഴേക്കും വലിയ കടബാധ്യതകൾ ഒന്നാകെ ഒഴിഞ്ഞു പോകുന്നതിനായിട്ടുള്ള സാധ്യത നിറഞ്ഞു നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ നക്ഷത്രജാതരായിരിക്കുന്ന ജനങ്ങൾക്ക് ലോട്ടറി, ഇൻഷുറൻസ് ക്ലെയിം, പഴയ നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭം എന്നിവ വഴി പണം വന്നു ചേരും. അതുപോലെ തന്നെ തൊഴിൽ സാധ്യത നിറഞ്ഞു നിൽക്കുന്ന ആളുകൾക്ക് ശമ്പള വർധനവിലൂടെ അല്ലെങ്കിൽ പുതിയ ജോലിയിലൂടെ ലഭിക്കുന്ന ധനവും സാമ്പത്തികമായ ഭദ്രത വരുത്തുവാൻ സഹായിക്കും. അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങളിലോ തർക്കങ്ങളിലോ കുടുങ്ങിക്കിടന്ന പണം തടസ്സം കൂടാതെ നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരുന്നതിനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. ബിസിനസ് മേഖലയിൽ നിൽക്കുന്ന നമ്മളീ പറഞ്ഞ നക്ഷത്ര ജാതരായിട്ടുള്ള ആളുകൾക്ക് പഴയ ബാധ്യതകൾ തീർക്കാൻ വണ്ണമുള്ള വലിയ ഓർഡറുകൾ ലഭിക്കാം. ആ ഓർഡറുകളുടെ അടിസ്ഥാനത്തിൽ വളരെ വേഗത്തിൽ തന്നെ ധനം നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേർന്ന് കടബാധ്യതകൾ ഒഴിവാക്കാനുള്ള ഭാഗ്യം വന്നു ചേരും. അതുപോലെ തന്നെ ഈശ്വരൻ്റേതായ അനുഗ്രഹത്തിനു വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നവഗ്രഹ സാന്നിധ്യമുള്ള ക്ഷേത്രത്തിൽ നമ്മൾ ചെന്ന് നവഗ്രഹ പൂജകൾ നടത്തുക, ഗണപതി ഹോമം നടത്തുക. തടസ്സങ്ങൾ നീങ്ങാൻ തീർച്ചയായിട്ടും മാസത്തിലൊരിക്കൽ ഗണപതി ഹോമം നടത്തുന്നത് വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ കടം വളരെ വേഗത്തിൽ തീരാൻ ദിവസവും ഋണമോചന അഗസ്ത്യ സ്തോത്രം ജപിക്കുന്നത് വളരെ ഫലപ്രദമാണെന്ന് അറിയുക. അതുപോലെ തന്നെ വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി ദേവിക്ക് വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ പാവപ്പെട്ടവർക്കോ അശരണർക്കോ അന്നദാനം നൽകുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. മകയിരം പോലുള്ള നക്ഷത്രക്കാർക്ക് ശിവക്ഷേത്ര ദർശനവും സുബ്രഹ്മണ്യസ്വാമി ഭജനവും തടസ്സങ്ങൾ മാറാൻ വളരെ വളരെ നല്ലതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാനീ പറഞ്ഞ മാർഗങ്ങളെല്ലാം തന്നെ ജീവിതത്തിൽ അവലംബിക്കുക. ഈശ്വരീയമായ ദർശനങ്ങൾ നടത്തുക, ഭാഗ്യദായകമായിരിക്കുന്ന അനുഭവങ്ങൾ നേടിയെടുക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതായത് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഇത്തരത്തിലുള്ള ഒരുപാട് ഗുണങ്ങൾ ഞാനീ പറഞ്ഞ നക്ഷത്രജാതരിലേക്ക് വന്നു ചേരുന്നത്. കാലങ്ങളായി അനുഭവിച്ച് ദുഃഖകരമായ അവസ്ഥയിലേക്ക് മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരുന്ന നക്ഷത്രജാതർ, അതായത് സമ്പത്തിൻ്റെ കാര്യത്തിൽ പരിഹരിക്കപ്പെടുന്ന സമയമാണ് 2026 മെയ് മാസം തുടങ്ങി ഡിസംബർ മാസം വരെയുള്ള സമയം. ഈശ്വരീയ ദർശനത്തിലൂടെയും ഈശ്വരൻ്റെ ഭജനത്തിലൂടെയും എല്ലാ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.